Election Puram, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. ഇലക്ഷൻ പൂരം തുടരുകയാണ്. ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇനി ഇടുക്കിയിലേക്കാണ്. ഇടുക്കി മനോഹരമായ മണ്ഡലം എന്ന് തന്നെ പറയാം. അത് നിരവധി വിനോദസഞ്ചാരികളെ അടക്കം ആകർഷിക്കുന്ന കേരളത്തിലെ ഭൂപ്രദേശം ആണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി ഏറെ പ്രത്യേകതകൾ കൂടിയുള്ള മലയോര മേഖലകൾ ഉള്ള വന്യമൃഗജീവികളുടെ ശല്യം ഉൾപ്പെടെ കർഷകർ നേരിടുന്ന മലയോര കർഷകർ നിരവധിയുള്ള ഒരു മണ്ഡലമാണ്. നമുക്ക് ആ മണ്ഡലത്തിൻ്റെ ഒരു സ്ട്രക്ചറിലേക്ക്, അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി പറഞ്ഞു പോകുമ്പോൾ അത് പ്രേക്ഷകർക്ക് കൂടുതൽ വ്യക്തമാകും. ഇടുക്കി ലോക്സഭാ മണ്ഡലം എന്നത് എറണാകുളം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും 5 ഇടുക്കിയിലെ നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ്. ഇതിൽ മൂവാറ്റുപുഴയും കോതമംഗലവും എറണാകുളം ജില്ലയിൽ നിന്നുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഇടുക്കി ലോക്സഭയിൽ ഉൾപ്പെടുന്നു. മറ്റ് ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പേരുമേട് എന്ന മണ്ഡലങ്ങളും ചേരുമ്പോഴാണ് ഇടുക്കിയുടെ ചിത്രം പൂർണ്ണമാവുന്നത്. 2019 ചിത്രം നമുക്ക് വേഗത്തിലൊന്ന് പരിശോധിക്കാം. ഡീൻ കുര്യാക്കോസ് 4,98,000 പരം വോട്ടുകൾ നേടുന്നു. തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്, ഇടതുമുന്നണി, അദ്ദേഹം 3,27,000 വോട്ടുകൾ. ഒപ്പം ബിജു കൃഷ്ണനായിരുന്നെന്ന് NDAയുടെ സ്ഥാനാർത്ഥി 78,000 വോട്ടുകൾ നേടുന്നു. ഡീൻ കുര്യാക്കോസിന്റെ ഭൂരിപക്ഷം 1,71,000 എന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്കായിരുന്നു ഇടുക്കിയുടെ രാഷ്ട്രീയം വിധി എഴുതിയത്. നിയമസഭാ മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 5 നിയമസഭാ മണ്ഡലങ്ങൾ 7-ൽ 5 ഇടതുമുന്നണിയാണ്, 2 മാത്രം UDFും. മൂവാറ്റുപുഴയും ഒപ്പം തൊടുപുഴയും മാത്രം UDF വിജയിച്ചപ്പോൾ മറ്റ് 5 ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വിജയിച്ചു എന്നതാണ് 2021 ചിത്രം. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നതൊരു തനിയാവർത്തനം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ കൗതുകകരമാകുന്ന ഒന്ന്, ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ആണ് MP എങ്കിൽ അതിനു മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആൾ ആയിരുന്നു MP എന്നുള്ളതാണ്. എന്തായാലും സ്ഥാനാർത്ഥികളിൽ ഇത്തവണയും മാറ്റമില്ല. ഒരവസരം കൂടി ഡീനിന് ഇടുക്കിക്കാർ നൽകുമോ, അതെയോ പഴയ MPയെ തിരികെ എത്തിക്കുമോ? കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികളുടെ മാറ്റമില്ല, ഇത്തവണയും മാറ്റമില്ല. അതിൽ ആരാണ് ഇനി ഡൽഹിയിലേക്ക് പോവുക എന്നതാണ് അറിയേണ്ടത്. അവിടെ ഡാനി ഇപ്പോൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഡാനി, ഇതാണല്ലോ കൗതുകം, ആര് ഇത്തവണ ഡൽഹിക്ക് പോകും എന്നതാണ്. അവിടെ അതിനുള്ള സജ്ജീകരണങ്ങൾ ആരെയൊക്കെ ഏതൊക്കെ നിലയിൽ ഡൽഹിയിലേക്ക് അയക്കാം എന്നാണ് മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്. അഭിലാഷ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം എന്നെല്ലാം വിശേഷിപ്പിക്കാവുന്നൊരിടമാണ്, ഭൂപ്രകൃതി കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും എല്ലാം തന്നെ. കാരണം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എത്തുവാനെടുക്കുന്ന ഒരു ദൂരം, അതോടൊപ്പം തന്നെ ഈ ഹൈ റേഞ്ചും ലോ റേഞ്ചുമായി മാറി നിൽക്കുന്ന വിഷയങ്ങൾ, അതുകൊണ്ട് തന്നെയും ഈ മണ്ഡലത്തിലെ വിഷയങ്ങൾ ഈ ഹൈ റേഞ്ചിൽ അനുഭവിക്കുന്ന വിഷയങ്ങളായിരിക്കില്ല താഴേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. വിഭിന്നമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട്. അതിൽ തന്നെ രാഷ്ട്രീയപരമായി തന്നെ മാറി നിൽക്കുന്നുണ്ട്. ചിന്തകളും ശൈലികളും എല്ലാം തന്നെ മാറി നിൽക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ മാറ്റമില്ലാത്തതായി സംഭവിക്കുന്നത് ഇപ്പോൾ ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ കാര്യം മാത്രമാണ്. കാരണം ഇങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്ന, 3ാം വട്ടവും ഏറ്റുമുട്ടുന്നവർ അങ്ങനെ ഉണ്ടോ, മറ്റെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. എന്തായാലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നു. വാക്പോരടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. പ്രധാനമായും ഊന്നി നിൽക്കുന്നത് നേരത്തെ വികസന വിഷയങ്ങൾ, അടിസ്ഥാന സൗകര്യ വിഷയങ്ങൾ, ഇതെല്ലാം തന്നെ മുൻകാലങ്ങളിലെല്ലാം വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായിരുന്നു. ഇക്കുറിയും അതുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. കാർഷിക വിഷയങ്ങളുണ്ട്. അതിനേക്കാൾ അപ്പുറം ഇപ്പോൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേർക്കുനേർ നേരിടുന്ന വിഷയമെന്ന് പറയുന്നത് വന്യജീവി ആക്രമണം തന്നെയാണ്. അതിൽ ഇടുക്കി ജില്ലയുടെ ഇടുക്കി മണ്ഡലത്തിൻ്റെ തന്നെ ബഹുഭൂരിപക്ഷം ഹൈ റേഞ്ച് മണ്ഡലം, ഏതാണ്ട് 5 മണ്ഡലങ്ങളോളം അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 5 പേരോളം ഈ കാട്ടാന ആക്രമണത്തിൽ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറ്റ് വന്യജീവി ആക്രമണങ്ങളുടെ കാര്യം വേറെ.
നമുക്കറിയാം കോതമംഗലത്തുണ്ടായ വിഷയങ്ങൾ. ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം തന്നെ അതിൻ്റെ ചേരുവകളെല്ലാം തന്നെ ഉരച്ചു നോക്കുന്ന ഒരു ഉരകല്ല് തന്നെയാണ് ഇക്കുറിയുള്ള ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അക്കാര്യത്തിൽ രണ്ട് മുന്നണികളും പരസ്പരം മാറി നിന്നുകൊണ്ട് ഈ വിഷയങ്ങളിൽ ആരുടെ നിലപാട് ശരിയെന്ന കാര്യത്തിൽ നോക്കുന്നു. ഇതിൽ ഡീൻ കുര്യാക്കോസ് പറയുന്ന വിഷയങ്ങൾ കഴിഞ്ഞ 5 വർഷമായി നടപ്പാക്കിയ പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ 100 ബെഡായ ESI ഒരു ആശുപത്രി കട്ടപ്പനയിലേക്ക് അനുമതി നേടിയെടുക്കാനടക്കം സാധിച്ചിട്ടുണ്ട്. റോഡ് വികസനം അടക്കമുള്ള കാര്യങ്ങൾ തനിക്ക് ക്രിയാത്മകമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ വന്യമൃഗ ആക്രമണങ്ങളുടെ കാര്യത്തിലെല്ലാം തന്നെ അവർക്കൊപ്പം തോളോട് തോൾ ചേർത്ത് താൻ പൊരുതിയിട്ടുണ്ട് എന്നടക്കം കഴിഞ്ഞ സമയത്ത് കോതമംഗലം സമയങ്ങളെ ഉൾപ്പെടുത്തി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഈ വന്യജീവി ആക്രമണ വിഷയങ്ങളിൽ അത് സ്വാഭാവികമായും ഇടപെടേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയായിരുന്നു. അവിടെ വലിയൊരു പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നതടക്കം വലിയ ക്യാമ്പയിൻ വലതുമുന്നണി UDFിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഇതിനു മുൻപ് ഡീൻ കുര്യാക്കോസിന് തിരിച്ചടിയായിരുന്ന ഒരു സമയം, വലിയ രീതിയിൽ തന്നെ 50,000-ൽ പരം വോട്ടിന് തോൽക്കേണ്ടി വന്ന ആ സമയത്ത് അന്ന് ഉണ്ടായിരുന്നത് റിപ്പോർട്ടുകൾ, കസ്തൂരിരംഗൻ റിപ്പോർട്ടും ഗാഡ്ഗിൽ റിപ്പോർട്ടും അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുള്ള കാര്യങ്ങളായിരുന്നു അന്ന് നേരിടേണ്ടി വന്നിരുന്നത്. അതിന് സമാനമായ രീതിയിലേക്ക് ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ UDFിന് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഈ വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. സത്വരമായ നടപടികൾ എടുക്കുന്നതിന് പരാജയപ്പെട്ടു. അർഹമായ നഷ്ടപരിഹാരങ്ങളിലേക്ക് തീരുമാനമെടുക്കുന്നതിനടക്കം പരാജയങ്ങളുണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഹൈറേഞ്ച് മേഖലയിൽ തലങ്ങും വിലങ്ങും മുഴങ്ങി കേൾക്കുന്ന പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ പെട്ടതാണ്. അതേസമയം തന്നെയാണ് ജോയ്സ് ജോർജ് വലിയ രീതിയിൽ തന്നെ പ്രചാരണ പരിപാടികളിലേക്ക് വരുമ്പോൾ താൻ നടപ്പാക്കിയ പദ്ധതികളുടെ ഒരു തുടർച്ചയാണ്, വികസന പദ്ധതികളുടെ ഒരു തുടർച്ച മാത്രമേ പിന്നീട് ഇങ്ങോട്ട് സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. റോഡ് വികസനങ്ങളുടെ കാര്യത്തിലായാലും അടിസ്ഥാന സൗകര്യ വികസനങ്ങളിലെല്ലാം തന്നെയും തൻ്റെ കാലത്തെടുത്ത നടപടികളും നിലപാടുകളും എല്ലാം തന്നെയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് അതിൻ്റെ തുടർച്ച മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. ചില സാഹചര്യങ്ങൾ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ എതിരായിരുന്നു, അതുകൊണ്ട് തനിക്ക് തിരിച്ചടി നേരിട്ടു എന്ന് അദ്ദേഹം പറയുന്നു. 1,71,000 വോട്ടുകൾക്കാണ് പിന്നീട് അദ്ദേഹം മണ്ഡലത്തിൽ അടിയറവ് പറയേണ്ടി വന്നത്. പക്ഷേ അന്ന് മത്സരിച്ച സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നൊരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ ക്യാമ്പയിൻ ചെയ്യുന്നു. ഒപ്പം NDA സ്ഥാനാർത്ഥിയും സംഗീത വിശ്വനാഥനും അടക്കം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ മണ്ഡലത്തിൽ ഏതാണ്ട് തീപാറുന്ന പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇടത് വലതു മുന്നണികളുടെ ഒരു പോരാട്ടത്തിലേക്ക് തന്നെയാണ്. സജിത്ത് ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരുപക്ഷെ ഇതുവരെ നമ്മൾ പരിശോധിച്ച മണ്ഡലങ്ങളിൽ നിന്ന് വിഷയങ്ങളാൽ വ്യത്യസ്തമാകുന്ന ഒരു മണ്ഡലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതിതീവ്രമായ ഒരു രാഷ്ട്രീയം മാത്രമാണോ ഇടുക്കിയെ വിധിയെ നിർണ്ണയിക്കുക? ഒരു സമയത്തൊക്കെ നമുക്കറിയാമല്ലോ, ഈ പറഞ്ഞതുപോലെ കസ്തൂരിരംഗൻ, ഗാഡ്ഗിൽ റിപ്പോർട്ടുകളൊക്കെ വലിയ സജീവമായി ചർച്ചയായിരുന്ന സമയത്താണ് ഈ ജോയ്സ് ജോർജിൻ്റെ കടന്നുവരവ്. ഇപ്പോഴും അത്തരം വിഷയങ്ങളിൽ നിന്ന് കൂടുതൽ ഇടുക്കിക്കാർ വ്യതിചലിച്ചിട്ടുണ്ട്. അവരുടേതായ പ്രശ്നങ്ങളിൽ യഥാർത്ഥത്തിൽ മാറ്റമുണ്ടോ സജിത്? അവരുടെ പ്രശ്നങ്ങളിൽ മാറ്റമില്ല. അഭിലാഷ് സൂചിപ്പിച്ച ആ പ്രധാനപ്പെട്ട ഘടകമാണ് ഇടുക്കി ഒരുപക്ഷെ നിർണായകമാകുക. കാരണം സംസ്ഥാനത്തിന്റെ മറ്റ് ലോക്സഭാ മണ്ഡലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നതിനേക്കാൾ പ്രാധാന്യമുള്ള ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ ചിലപ്പോൾ അപ്രധാനമെന്ന് തോന്നാം, പക്ഷേ ഇവിടെ അത് പ്രാധാന്യമാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ ദീർഘനാളുകളായി പട്ടയം ലഭിക്കാത്ത പ്രശ്നം, അത് ഏറ്റവും അധികം നേരിടുന്ന ജില്ല ഇടുക്കിയാണ്. കാരണം ഒരു കാലത്ത് അവിടെ കുടിയേറി പാർത്ത് അവിടെ കുടുംബങ്ങളും തലമുറകളും ഉണ്ടായതിനു ശേഷവും ഇപ്പോഴും സ്വന്തമായി ഭൂമി സർക്കാർ രേഖകളില്ലാത്ത ആളുകളുണ്ട്. ഇത് ഒരു വലിയ പ്രശ്നമായി അവിടെ ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാൻ ഒരു സുപ്രധാന നീക്കം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായി. പക്ഷേ അതെങ്ങും എത്തിയില്ല എന്നൊരു ആക്ഷേപം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ചില നിയമക്കുരുക്കിൽപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ പ്രതിസന്ധി സ്വാഭാവികമായും ഇടുക്കിയുടെ രാഷ്ട്രീയത്തിൽ UDF അവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും, തർക്കമില്ലാതെ. പിന്നെ ഈ സ്വാഭാവികമായ മലയോര മേഖലയിൽ നേരിടുന്ന വന്യമൃഗ ആക്രമണം അടക്കമുള്ള റോഡുകളുടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ അടക്കമുള്ളതുണ്ട്. ഇടുക്കി എനിക്ക് തോന്നുന്നു ഇത്തവണ ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെടാൻ സാധ്യത നമ്മൾ മറ്റു ജില്ലകളും മറ്റു മണ്ഡലങ്ങളും പൊതുവിൽ പറയുമ്പോഴും ഇന്നും പിന്നോക്ക ജില്ല തന്നെയാണ് ഇടുക്കി. അവിടെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ നിരവധിയുണ്ട്. അത് സ്വാഭാവികമായും പ്രതിഫലിക്കും. ശരി, റൈറ്റ്. എന്തായാലും വീണ്ടും നമുക്ക് ഡാനിയിലേക്ക് തന്നെ പോകുമ്പോൾ, ഡാനി, ഇത്തരം വിഷയങ്ങൾ
തന്നെ ആയിരുന്നല്ലോ പ്രചാരണത്തിലും ഉടനീളം കണ്ടത്. അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഈ മണിയാശാനെ പോലെയുള്ളവരുടെ എം എം മണിയെ പോലെയൊക്കെ ഉള്ളവരുടെ ചില പ്രതികരണങ്ങളും ഒരു ഘട്ടത്തിൽ ഡീൻ കുര്യാക്കോസ്. എനിക്ക് തോന്നുന്നു ഡാനി ഒരു കാര്യം പറയുമ്പോൾ, അതായത് എറണാകുളത്തെ 2 നിയമസഭാ മണ്ഡലങ്ങളും 5 ഇടങ്ങളും ചേരുന്നു എന്നതാണല്ലോ ഇടുക്കിയുടെ പ്രത്യേകത. ഇതിൽ 2 ഇടങ്ങൾ ഞാൻ പ്രത്യേകം പരാമർശിക്കാം. ഒന്ന് മൂവാറ്റുപുഴയും മറ്റൊന്ന് തൊടുപുഴയാണ്. കൃത്യമായ UDF വോട്ട് ബാങ്കുകൾ ഉള്ള സ്ഥലമാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് മൂവാറ്റുപുഴ എന്ന ഇടുക്കി എറണാകുളത്തെ നിയമസഭാ മണ്ഡലം അത് UDF ആണ്. തൊടുപുഴ UDFന്റെ സിറ്റിംഗ് സീറ്റാണ്. ഈ 2 ഇടത്തും കൃത്യമായ UDF രാഷ്ട്രീയത്തിന് സ്വാധീനം അങ്ങേയറ്റമുള്ള ഇടമാണ്. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 2021 ദേവികുളത്തായെങ്കിലും ഒപ്പം കോതമംഗലത്തും ഉടമ്പൻചോലയിലും ഇടുക്കിയിലും പേരുമേടും അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ രാഷ്ട്രീയ നേട്ടം അവിടെ ഇടതുമുന്നണി കൈക്കൊണ്ടിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഉടുമ്പൻചോലയുടെ ഒക്കെ കണക്ക് പരിശോധിക്കുമ്പോൾ MM മണിക്ക് 30,000-ൽ പരം ഭൂരിപക്ഷം കിട്ടിയ ചരിത്രമുണ്ട്. അതിനെ മറികടന്നു കഴിഞ്ഞാൽ മാത്രമേ ലോക്സഭയിലേക്ക് ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിന്റെ തുടർച്ചയുണ്ടാകൂ. UDFന്റെ ഒരു പ്രതീക്ഷ എന്താണ്? ഇതിനെ എങ്ങനെ മറികടക്കും? എന്താണ് UDF ഈ വിജയപ്രതീക്ഷയിൽ ഈ കണക്കുകളുമായി താരതമ്യപ്പെടുത്തി ഉള്ള മറുപടി എന്താണ്? സജിത്ത്, അഭിലാഷ്, ഇതിൽ മറ്റൊരു ചേരുവ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം കേരള കോൺഗ്രസ് വേർപെട്ടതിനു ശേഷം ഒരു ഔദ്യോഗികമായി നടക്കുന്ന വലിയ ക്യാൻവാസിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതുകൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. അതിൽ 2 പേർക്കും അതിൽ നിർണായകമാണ്. അതിൽ ഒരു ശക്തി പ്രകടനം നടത്തേണ്ടതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇടുക്കിയിലാണെങ്കിൽ അത് പ്രധാനമായും റോഷി അഗസ്റ്റിന് LDFിനോട് അത് ഏറ്റുപറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം തനിക്കൊപ്പം തന്നെ നിൽക്കുന്നവർ ഇതൊന്നും ചോർന്നു പോയിട്ടില്ല, തനിക്കിപ്പോഴും വളക്കൂറ് അവിടെയുണ്ട് എന്നതടക്കം തനിക്ക് ചേർത്ത് പിടിക്കാൻ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇവിടേക്ക് വരുമ്പോഴേക്കും തൊടുപുഴയിലേക്ക് വരുമ്പോഴും PJ ജോസഫ് അടക്കം അത്തരം വെല്ലുവിളികൾ UDFിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഇവരുടെ കൂടി ഒരു ബലാബലം ഇതിനകത്ത് വരുന്നുണ്ട്. അത് ആ കണക്കുകൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഒപ്പം ഈ ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ലോവർ റേഞ്ചിൽ വരുമ്പോഴേക്കും ഇവിടെ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ അതിൻ്റെ ഒരു സമാഹരണം തന്നെയാണ് UDF ആശ്രയിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം കഴിഞ്ഞ ഹൈ റേഞ്ചിലേക്ക് പോകുമ്പോൾ അവിടെ ലഭിച്ച വോട്ടുകൾ, അവിടെ ഇവർക്കെല്ലാവർക്കും കൂടി ലഭിച്ച ആ ഒരു ഭൂരിപക്ഷ കണക്കുകൾ അത് വലുതാണ്. അതിനെ മറികടക്കാനായിട്ട് ഈ ലോവർ റേഞ്ചിൽ കൃത്യമായ രീതിയിൽ തന്നെ വോട്ട് ശേഖരണം സമാഹരണം UDFിനും നടത്തിയേ തീരും. എങ്കിൽ മാത്രമാണ് ഹൈ റേഞ്ചിൽ ലഭിക്കുന്ന ഹൈ റേഞ്ചിലെല്ലാം തന്നെ ഒരുപക്ഷെ ഇടതു മുന്നണിയുടെ കോട്ടകളെന്ന് അവകാശപ്പെടാൻ കഴിയുന്ന വ്യക്തമായ രീതിയിൽ സ്വാധീനമുള്ള അവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന, അതിൽ നിന്ന് അവർക്ക് ഇടതു മുന്നണിക്ക് പുറത്തേക്ക് വോട്ട് പോകാതെ ചേർത്ത് നിൽക്കാൻ അവർക്ക് കഴിയുന്ന ആത്മവിശ്വാസമുള്ള മണ്ഡലങ്ങൾ തന്നെയാണത്. അപ്പോൾ അവിടെ വലിയ രീതിയിൽ വോട്ട് ബാങ്ക് ആണ് ഇടതു മുന്നണിയുടേത്. അതിനെ മറികടക്കണമെങ്കിൽ താഴേക്ക് വരുമ്പോൾ ഇവിടെ തൊടുപുഴയിലും എല്ലാം തന്നെ താഴെ ലോവർ റേഞ്ചിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ വോട്ട് സമാഹരിക്കാനും അത് വലിയ രീതിയിൽ നേടിയെടുത്തുകൊണ്ട് ഹൈ റേഞ്ചിൽ വരുന്ന ഇടതുമുന്നണിക്ക് അനുകൂലമായി വരുന്ന ആ ഒരു വോട്ട് ബാങ്കിന് വെല്ലുവിളി ഉയർത്താനും കഴിയണം. എങ്കിൽ മാത്രമേ ജോയ്സ് ജോർജിന് ഒരിക്കൽ കൂടി തൻ്റെ അതീശത്വം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം കഴിഞ്ഞ വർഷത്തെ ഒരു ഭൂരിപക്ഷം അത് വലിയ ഭൂരിപക്ഷമാണ്. ഇക്കുറി UDFക്കാർ പോലും അത്ര കണ്ട് എത്തുമോ എന്ന കാര്യത്തിൽ ഒരു സംശയം തുടരുക. ചില കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത ഡാനി നിരീക്ഷിച്ച ഒരു സുപ്രധാനമായ കാര്യം. കാരണം ഇടുക്കിയെ 2ആയി തിരിക്കുമ്പോൾ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും 2 ചിത്രമുണ്ട്. രാഷ്ട്രീയപരമായി തന്നെ 2 ചിത്രമെന്നാണ് ഡാനി പറയുന്നത്. കൃത്യമാണത്. കാരണം മൂവാറ്റുപുഴയിൽ UDFന് ആധിപത്യമുണ്ട്, തൊടുപുഴയിൽ ആധിപത്യമുണ്ട്. 2 ഇടവും ലോ റേഞ്ചിൽ നിൽക്കുന്ന ഇടമാണ്. കോതമംഗലം മാത്രമേ UDFിന്റെ സ്വാധീനമുണ്ടെങ്കിൽ കൂടിയും അടുത്ത കാലം UDF നിയമസഭയിൽ വിജയിച്ചിട്ടില്ല എന്ന കാര്യമുണ്ട്. ബാക്കി എല്ലായിടത്തും കൃത്യമായ ഇടതു മുന്നണിയുടെ സാന്നിധ്യമുണ്ട്. അതാണ് ഇടുക്കിയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ സുപ്രധാനമായി. നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം ഡാനിയിലേക്ക് തന്നെ ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതയുള്ള പ്രദേശം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായി സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയാണ് ഈ ഏറ്റവും ഭൂവിസ്തൃതിയിൽ വലിയ മണ്ഡലങ്ങളിൽ ഒന്ന്. അതിനെ 2ആയി തിരിച്ചാൽ ലോ റേഞ്ചും ഹൈ റേഞ്ചും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിരവധിയായ വിഷയങ്ങൾ, ഈ രാഷ്ട്രീയത്തിന് പുറത്തുള്ളവരുടെ പ്രതികരണങ്ങൾ ഉൾപ്പെടെ സഭയുടെ പ്രതികരണങ്ങൾ, സാമുദായിക നേതാക്കളുടെ പ്രതികരണങ്ങൾ ഒക്കെ വലിയ ചർച്ചാ വിഷയമായിട്ടുള്ള ഭൂപ്രദേശം കൂടിയാണ്. അത്തരം ചില
വിഷയങ്ങൾ കൂടി ഇതിനോട് ഏറ്റവും ഒടുവിലും ചേർത്ത് വെക്കേണ്ടതായി വരുന്നുണ്ടോ സജിത്ത്? അതായത് ഈ അവസാന ദിവസങ്ങളിൽ പോലും എനിക്ക് തോന്നുന്നു അഭിലാഷ്, ഈ ഇടുക്കിയുടെ രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഒരു 15 വർഷം മുമ്പ് ഏറ്റവും ശ്രദ്ധേയം ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട സമരങ്ങളും നീക്കങ്ങളുമാണ്. അവിടെയാണ് പി ടി തോമസിന് ഒരുപക്ഷെ ഇടുക്കി ജില്ല വിടേണ്ടി വന്നതും പിന്നീട് അദ്ദേഹം തൃക്കാക്കര മണ്ഡലത്തിലേക്ക് വരികയും ഒടുവിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ അവസാനം വരെ അദ്ദേഹം അവിടെ തന്നെ തുടരുകയും നാട്ടിൽ നിന്ന് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എനിക്കൊന്ന് ഓർമ്മയുണ്ട്, ഡീൻ കുര്യാക്കോസ് അദ്ദേഹം പി ടി തോമസ് പോയതിനു ശേഷം അദ്ദേഹം സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ സഭാ നേതൃത്വം നേരിട്ടിറങ്ങി ഇവിടെ ഡീൻ കുര്യാക്കോസിന് സ്വീകരണമില്ല, വോട്ടില്ല എന്നും നേരിട്ട് പരസ്യമായി പറയുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ ഉദയം ചെയ്തതാണ് അന്ന് ജോയ്സ് ജോർജ് എന്ന ഒരു ജനപ്രതിനിധി. അങ്ങനെയാണ് ഉണ്ടാവുന്നത് സംരക്ഷണ സമിതിയിലൂടെ. ഡാനി തന്നെ ഉണ്ടാവും. ഡാനി, ഈ ഇടുക്കിയുടെ രാഷ്ട്രീയത്തിൽ സുപ്രധാനമായ ചില നീക്കങ്ങൾക്കിടവെച്ചതാണല്ലോ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ രൂപീകരണവും ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിവാദങ്ങളുമൊക്കെ. ഇപ്പോൾ അത്തരമൊരു പശ്ചാത്തലമില്ല, പക്ഷേ ഈ ഹൈറേഞ്ച് സംരക്ഷണ സമിതി എന്ന സമിതി നിലവിലുണ്ട്. അവരുടെ പൊതു നിലപാട് എന്താണ്? ജോയ്സ് ജോർജിന് പഴയ പിന്തുണ അവർ നൽകുന്നുണ്ടാവില്ല. ഈ ജോയ്സ് ജോർജും അദ്ദേഹത്തിൻ്റെ പഴയ താവളവുമൊക്കെ എത്ര കണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാവുന്നുണ്ട്? അത് ഇടതുപക്ഷത്തിന് നേട്ടമാക്കാൻ കഴിയുമോ? സജിത്ത്, ഇക്കാര്യത്തിൽ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ അതിൻ്റെ ഒരു സംഭാവനയായിരുന്നു ജോയ്സ് ജോർജ്. യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം. കാരണം അതിലൂടെ തന്നെയായിരുന്നു അവരുടെ ഒരു നിയമോപദേശകനായിരുന്നു. പിന്നീട് അവരുടെ സ്ഥാനാർത്ഥിയാവുന്ന രീതിയിലേക്ക് തന്നെ മാറുന്നു. സഭ എല്ലാം തന്നെ ഇതിനൊപ്പം തന്നെ നിൽക്കുന്നു. പി ടിക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നു. പി ടിയുടെ ശവമഞ്ച ഘോഷയാത്ര അടക്കം ഇവിടെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ മാറുന്നു. അത്രമേൽ കടുത്ത വികാരം ആ സമയത്തെ ഉണ്ടായിരുന്നു. അവരുടെ വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന കാര്യത്തിലെല്ലാം സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഇക്കുറി ജോയ്സ് ജോർജ് കഴിഞ്ഞ തവണ മത്സരിച്ചു, പക്ഷേ യാതൊരു രീതിയിലും ഒരു പിന്തുണ ഇല്ലായിരുന്നു ആ ഭൂരിപക്ഷത്തിൽ തന്നെ വ്യക്തമാണ്. ഇക്കുറി ജോയ്സ് ജോർജ് മത്സരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിലാണ് എന്നത് ശ്രദ്ധേയം തന്നെയാണ്. കാരണം ആ രീതിയിൽ കണ്ട ജോയ്സ് ജോർജിൻ്റെ ഒരു പാളയത്തിൽ അന്നുണ്ടായിരുന്ന തന്നെ ജയിപ്പിച്ചു വിട്ട ആ പാളയത്തിൽ നിന്ന് അദ്ദേഹം ഏതാണ്ടെല്ലാം തന്നെ പൂർണ്ണമായി തന്നെ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർ മാറിയിരിക്കുന്നു എന്നതടക്കം അത്തരമൊരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ കണ്ണുമടച്ച ആ രീതിയിലുള്ളൊരു പിന്തുണയിലേക്ക് പോക്കോ ഒന്നും തന്നെയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വോട്ടുകളുടെ സ്വത്വം അത് ആ രീതിയിലേക്ക് തന്നെ അവർ ആ കൂടുകളിലേക്ക് തന്നെ മടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ്. ഏതാണ്ട് പൂർണ്ണമായും തന്നെയും അങ്ങനെ ഒരു ചെറുതിരിവിലേക്ക് അടക്കം എത്തിയിരിക്കുന്നു. അതെല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ജോയ്സ് ജോർജ് പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരികയും എല്ലാം തന്നെ ചെയ്യുന്നുമുണ്ട്. എന്തായാലും പൂർണ്ണമായ ഒരു പിന്തുണ ആ രീതിയിൽ അത്തരമൊരു സംവിധാനം തന്നെയും ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ആശയപരമായി അത്തരമൊരു കൂടിച്ചേരലുകളിലേക്ക് വന്നിട്ടില്ല. അവിടെ ജോയ്സ് ജോർജിന് അങ്ങനെ ഒരു നിരുപാധിക പിന്തുണ അല്ലെങ്കിൽ ഇയാൾക്കൊപ്പം അല്ലെങ്കിൽ ഇന്ന സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന രീതിയിലേക്ക് എവിടെയും തന്നെ ഇല്ല. കഴിഞ്ഞ തവണയെ അതില്ലാതായിരിക്കുന്നു, ഇത്തവണ വരുമ്പോൾ അതൊട്ടുമില്ലാതായിരിക്കുന്നു എന്ന് തന്നെയാണ്. അപ്പോഴും ബാക്കിയാവുന്ന ചോദ്യം ഇവരുടെ വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടോ അല്ലെങ്കിൽ പുതിയ വിഷയങ്ങളിൽ കാട്ടാനശല്യം അടക്കം ചേർക്കപ്പെട്ടു എന്നതാണ്. റൈറ്റ്. അതോടൊപ്പം നമ്മൾ ഇടയ്ക്ക് സൂചിപ്പിച്ച കാര്യമാണ് ഈ വ്യക്തി അധിക്ഷേപങ്ങൾ. അത് ഒരു പരിധിവരെ കൂടുതൽ നേരിട്ടത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് തന്നെയാണ് എന്ന് തോന്നുന്നു. ഇത്തരം ആക്ഷേപങ്ങൾ അതുകൊണ്ട് എന്താണ് പ്രയോജനം ഈ രാഷ്ട്രീയ എതിരാളികൾക്ക് എന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അതിനൊക്കെ ആ സമയത്ത് ലഭിക്കുന്ന കയ്യടികൾക്കപ്പുറത്ത് പിന്നീട് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക എതിരാളികൾക്ക് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമുക്ക് വീണ്ടും ഡാനിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡീൻ കുര്യാക്കോസിന്റെ തന്നെ പ്രതികരണമുണ്ട്. ആ പ്രതികരണം വളരെ പെട്ടെന്ന്. ശതമാനം വിജയപ്രതീക്ഷ എന്ന് വെച്ചാൽ സുനിശ്ചിതമായ വിജയമാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം ജില്ലയിലെമ്പാടും ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെമ്പാടും ഉണ്ട്. അതിൻ്റെ എല്ലാ ദൃശ്യങ്ങളും നമുക്ക് അനുഭവവേദ്യമാണ്. ഒരു കാരണവശാലും നമുക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ ഏറ്റവും അഭിമാനകരമായ കേരളത്തിലെ ഒരു വിജയമായിരിക്കും ഇടുക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വ്യക്തിഹത്യകളെ ഞാൻ ആ നിലയിലാണ് കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മാന്യതയുടേതാണ്, അത് അതിൻ്റേതായ ഒരു മൂല്യബോധമുണ്ട്. പക്ഷേ ഇതൊന്നും എല്ലാം തകർക്കുന്ന തരത്തിൽ ഉള്ള പ്രസ്താവനകളുണ്ടായി. ഇടതുപക്ഷ നേതാക്കന്മാർ അത് പലത് ആവർത്തിച്ചു. ഏതൊരു സ്ഥാനാർത്ഥി അനാവശ്യമായി നമ്മളെക്കുറിച്ച് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമത്തിൽ നമ്മൾ വോട്ട് ചെയ്തില്ല, എതിർത്ത് വോട്ട് ചെയ്തില്ല, അനുകൂലിക്കുകയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അസത്യ പ്രസ്താവനകൾ നടത്തി. ഇങ്ങനെ പല വിധത്തിലുള്ള ഒരു എന്താ പറയുക, നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാന്യതയില്ലാത്ത ഒരു പ്രവർത്തനം പല രീതിയിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്.
ആ ഒരു സംസ്കാരത്തിൻ്റെ വക്താക്കളല്ല നമ്മൾ. ഈ അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം എത്ര കണ്ട് ബാധിക്കപ്പെടുന്ന ഒരിടമാണ് ഇടുക്കി എന്നതൊരു പ്രത്യേകതയുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ കോട്ടയത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കൃത്യമായി SNDP പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെയും സ്ഥാനാർത്ഥി BDJയുടെ സ്ഥാനാർത്ഥിയാണ്. ഈഴവ വോട്ടുകൾക്ക് സാന്നിധ്യമുള്ള ഇടമാണ് ഇടുക്കി എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിന്റെ ശതമാനക്കണക്കുകൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഡാനി, ഈ BDJSന്റെ സ്ഥാനാർത്ഥി അത് ഉണ്ടാക്കുന്ന ചലനം അത് എത്ര കണ്ടാണ്? കഴിഞ്ഞ തവണത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 70,000-ൽ പരം വോട്ടുകളാണ് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും NDA സമാഹരിച്ചത്. ഇത്തവണ അതിൻ്റെ ചിത്രം എത്ര മാത്രം വരും? BDJ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈഴവ വോട്ടുകളെ അടക്കം സ്വാധീനിക്കാനുള്ള ശേഷി എത്ര കണ്ടുണ്ട് അവിടെ? സജിത, BDJSന് സീറ്റ് നൽകുന്നു. BDJS വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ, തങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നതടക്കമുള്ള ഒരു ആത്മവിശ്വാസം അവർക്കെല്ലാം തന്നെയുണ്ട്. പക്ഷേ അത്ര കണ്ട ചലനങ്ങൾ മണ്ഡലത്തിൽ അവർക്ക് നടത്താൻ കഴിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. സംഗീത വിശ്വനാഥനാണ് സ്ഥാനാർത്ഥി. നേരത്തെ അവർ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അടക്കം ഇടുക്കിയിൽ മത്സരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നതാണ്. BDJS മത്സരിക്കുമ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളിൽ നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മറ്റു സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രമുഖ നേതാക്കൾ പലരും തന്നെ ഇടത് വലതു മുന്നണിയിൽ പലരും തന്നെ പ്രചാരണത്തിനെത്തുന്നു. വലിയ രീതിയിൽ പ്രചാരണ പരിപാടികളിലെല്ലാം തന്നെ പങ്കെടുക്കുമ്പോൾ BDJSന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJPയിൽ നിന്നോ അല്ലെങ്കിൽ BDJSൽ നിന്നോ അടക്കം വലിയ നേതാക്കൾ ആരും തന്നെ അവർക്കൊരു പ്രചാരകരായി ഇവിടേക്ക് എത്തുന്നില്ല എന്നതാണ് ഒരു അപവാദം. കുമ്മനം രാജശേഖരൻ മാത്രമാണ് ഇവിടേക്ക് പ്രചാരണത്തിന് എത്തിയതായി ചിലർ ചൂണ്ടിക്കാണിക്കുന്ന. വലിയ രീതിയിലേക്കൊരു പ്രചാരണ സംവിധാനങ്ങളിലേക്ക് അല്ലെങ്കിൽ വോട്ട് സമാഹരിക്കുന്ന അത്തരമൊരു പ്രചാരണ പരിപാടികളിലേക്ക് എത്തിയില്ല. കഴിഞ്ഞ തവണയും അതിനു മുൻപത്തെ അപേക്ഷിച്ച് അവർ വോട്ടിംഗ് ശതമാനത്തിലടക്കം ചെറിയൊരു ഇടിവ് സംഭവിച്ചതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അങ്ങനെ ഒരു നിർണായക ശക്തിയാകാനുള്ള ഒരു പ്രചാരണ ഘട്ടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പലർക്കും തന്നെയും സംശയമുണ്ട്. മണ്ഡലത്തിലേക്ക് നമ്മൾ സഞ്ചരിക്കുമ്പോഴും അത്തരം ചോദ്യങ്ങൾ ശക്തമാണ്. ആ രീതിയിലേക്ക് എല്ലായിടത്തും അവരൊരു ക്യാമ്പയിൻ എത്തിയിട്ടുണ്ടോ എന്നതടക്കം സംശയമുണ്ട്. എങ്കിലും ഇതിൽ കഴിഞ്ഞ തവണ സമാഹരിച്ചത് 70,000-ന് മുകളിലേക്ക് അവർക്ക് ഉയർത്തുക എന്നത് തന്നെയാണ്. അത് മാത്രമാണ് ഒരുപക്ഷെ അവർക്ക് മുന്നിലുള്ള ഒരു ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനോട് എത്രമാത്രം നീതി പുലർത്തിക്കൊണ്ട് പ്രചാരണ പരിപാടികളുമായി ഇതുവരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് ചോദ്യവും ബാക്കിയാണ്. എന്തായാലും ഒരു വിജയമല്ല, മറിച്ച് വോട്ട് നില മെച്ചപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. പക്ഷേ അതുപോലും സാധ്യമാകുമോ എന്നുള്ളതാണ് ഡാനി പോളിന്റെ സംശയം. ഒപ്പം അവിടെ ഇപ്പോൾ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിന് കൂടി ഡാനിയിൽ നിന്ന് നമുക്ക് മറുപടി പ്രതീക്ഷിക്കാം. ആളുകളുടെ പ്രതികരണങ്ങൾ കൂടിയുണ്ട്. ഒപ്പം മൂന്നാറിലെ ചില സാന്നിധ്യം കൂടി നമുക്ക് നോക്കേണ്ടി വരും. S. രാജേന്ദ്രന്റെ അവിടുത്തെ വിമത രാഷ്ട്രീയ നീക്കങ്ങൾ അതുകൂടി ഇപ്പൊ നമുക്ക് പരിശോധിക്കേണ്ടി വരും. എന്തായാലും വേഗത്തിൽ മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. സുന്ദരി തട്ടുകട ഇപ്പോ മടങ്ങി വരുമ്പോൾ ഡാനി, നമ്മൾ ഇടുക്കിയുടെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ CPM സമീപകാലത്ത് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു നടന്ന ചില വിമത നീക്കങ്ങൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മൂന്നാർ ദേവികുളം മണ്ഡലത്തിൻ്റെ ഭാഗമായ മൂന്നാറിൽ മുൻ MLA S. രാജേന്ദ്രൻ അദ്ദേഹം ചില ബദൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നു എന്ന സൂചനകൾ. ഒരുപക്ഷെ ഈ തമിഴ് വോട്ടുകളെയൊക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തിയാണല്ലോ രാജേന്ദ്രൻ. ഇത്തരത്തിലുണ്ടാകുന്ന ചില വെല്ലുവിളികൾ, വിമത നീക്കങ്ങളൊക്കെ CPMനെ എത്ര കണ്ട് അവിടെ സ്വാധീനിച്ചിട്ടുണ്ട്? അതല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ CPM മറികടന്നിട്ടുണ്ടോ ഡാനി? സജിത്ത്, അതിൽ എസ് രാജേന്ദ്രൻ ഉയർത്തിയ ഒരു വെല്ലുവിളി താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും ഒരു പരിധിവരെയും കഷ്ടപ്പെട്ട പ്രതിരോധിക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ CPMൽ തന്നെ ഉണ്ടാകും, തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകും എന്നെല്ലാം തന്നെ CPM നേതൃത്വം പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോഴുണ്ട് എന്ന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമല്ല. വലിയ രീതിയിലേക്ക് അദ്ദേഹം പ്രചാരണത്തിന് മുൻപന്തിയിലുണ്ടാകുമെന്ന് പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ CPMന് വേണ്ടി അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇല്ല എന്നതും
മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങുന്നില്ല. അത് മാത്രമേ പറയാനായിട്ട്, അത്ര കണ്ട് പ്രതിരോധിക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് ഒരു തലവേദന അദ്ദേഹം ഉണ്ടാക്കുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് ഇവർ ഇടതുമുന്നണി പ്രതീക്ഷിച്ചിട്ടുള്ളത്. ഈ ഒരു സമയത്തേക്ക് ആ രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറരുത് എന്നതാണ്. അദ്ദേഹം അതനുസരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ ഉടുമ്പൻചോല, ദേവികുളം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ തമിഴ് വംശജരടക്കമുള്ള നിരവധി മേഖലകളുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഈ രീതിയിലേക്ക് ക്യാമ്പയിനും മറ്റും ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ പ്രചാരണത്തിന് ഇറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സുഗമമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പൂർണ്ണമായും യോജിച്ചു പോകാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ താൽക്കാലികമായെങ്കിലും ഈ രാജ്യത്ത് നിന്ന് വിമതമായ നീക്കങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്കൊരു നേട്ടം, അതൊരു നേട്ടം തന്നെയാണ്. പക്ഷേ അദ്ദേഹം മറ്റ് നീക്കങ്ങളൊന്നും താൽക്കാലികമായി അദ്ദേഹം നടത്തിയിട്ടില്ല. വ്യാപകമായ ഒരു പ്രചാരണത്തിന് ഉപയോഗിക്കാനും രാജ്യം തന്നെ കഴിഞ്ഞിട്ടില്ല. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, 1,70,000-ൽ പരം ഭൂരിപക്ഷമായിരുന്നു കഴിഞ്ഞ തവണ ഡീൻ കുര്യാക്കോസ് അവിടെ നേടിയത്. ഒരുപക്ഷെ കോൺഗ്രസ് പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ വലിയൊരു ഭൂരിപക്ഷമാണ് കിട്ടിയത്. ഇത്തവണ അത്തരമൊരു സാഹചര്യത്തിലേക്ക് എത്താൻ വഴിയില്ല, ഒരു പ്രവചനം സാധ്യമല്ല. എന്നിരുന്നാലും ഇടുക്കിയിൽ ഒരു തെരഞ്ഞെടുപ്പ് ഫലം മാറ്റിമറിക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായി ഇത് മാറുമോ? അതിൻ്റെ സൂചന ഉണ്ടായിട്ടുണ്ടോ? വ്യക്തമായ ആ രീതിയിൽ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വലിയ രീതിയിൽ 1,70,000-ൽ പരം വോട്ടുകൾക്ക് ജയിച്ചൊരാൾ അദ്ദേഹം തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം താൻ ഈ മണ്ഡലത്തിൽ യാതൊരു രീതിയിലുള്ള തനിക്കെതിരെ ഒരു ആക്ഷേപമോ ആരോപണമോ പോലും എങ്ങും തന്നെ ഉയർന്നിട്ടില്ല എന്ന് തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒരു പരിധിവരെ അത് സത്യവുമാണ്. മറിച്ച് തന്നെ മറ്റ് ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് തളർത്താൻ ശ്രമിക്കുന്നത്. അത് വിലപ്പോവില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏതാണ്ട് ഒരുപക്ഷെ ഒരു വൻ ഭൂരിപക്ഷത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയില്ല. സൂചിപ്പിക്കുന്ന ഈ ഭൂരിപക്ഷത്തിൽ നിന്ന് എത്ര വോട്ടുകൾ കുറയാം, അത് കുറഞ്ഞാലും പരാജയത്തിലേക്ക് പോകുമോ? അതിനുള്ള സാധ്യതയില്ല. ഇടുക്കി ഒരു പരമ്പരാഗത UDF മണ്ഡലമാണ്. ചുരുങ്ങിയ പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമാണ് മാറി നിന്നത്. എന്തായാലും ഈ പ്രതികരണത്തോടെയാണ് ഡാനി അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്, അവരുടെ പ്രതീക്ഷ എന്താണ് എന്നുകൂടി ശ്രദ്ധിക്കാം. ഡീൻ കുര്യാക്കോസിന് സാധ്യത കുറവാണ്. അതുകൊണ്ടാണെന്ന് പറഞ്ഞാൽ 5 വർഷത്തിൽ പുള്ളിക്ക് കിട്ടിയ വകുപ്പനുസരിച്ച് പുള്ളി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മൊത്തത്തിൻ്റെ അഭിപ്രായമുണ്ട്. എനിക്ക് ഡീനല്ലേ ജയിക്കുള്ളൂ, ഡീൻ മാത്രമേ ജയിക്കുള്ളൂ. കാരണം ഡീൻ ഒരു 1,00,000 വോട്ടിന് മേളിൽ, കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 2,00,000 അടുത്തിൻ്റെ വോട്ടിന് ഭൂരിപക്ഷം ഉണ്ടായെങ്കിൽ ശകലം ഭൂരിപക്ഷം കുറഞ്ഞാൽ പോലും ഡീനെ ജയിക്കുള്ളൂ. അതിനകത്ത് അതിപ്പോൾ സഖാക്കൾക്ക് വല്ല അറിയാലോ ഡീനെ ജയിക്കുള്ളൂ എന്നുള്ള കാര്യം. ഡീൻ ജയിക്കും, ഡീനാണ് കൂടുതലും അനുകൂലം. വിലയിരുത്തൽ മണ്ഡലത്തിൽ ഡീൻ തന്നെ ജയിക്കുന്നുള്ളതാണ്. പിന്നെ വികസനത്തിന് മണ്ഡലത്തിലേക്കുള്ള മുഴുവൻ ശതമാനം തുകയും മണ്ഡലത്തിലേക്ക് തന്നെ വിനിയോഗിച്ചു. ഇവിടെ ജയിക്കുള്ളൂ. എന്തുകൊണ്ടും ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. UDF-നാണ് ഒരു ചാൻസ് കിടക്കുന്നത്. കഴിഞ്ഞോളെ ഡീൻ കുര്യാക്കോസാണല്ലോ ജയിച്ചത്. സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയ്സിനെ സാധ്യത പകുതിയോളം പൈസ വാഴാക്കി കളയുക എന്നും പറഞ്ഞു ഇടുക്കി ഒരിക്കലും വിട്ടുപോകത്തില്ല. ഇടുക്കി UDF-ന് വിട്ടുപോകില്ല. UDF-ന് വോട്ട് അതുകൊണ്ട് ഇലക്ഷൻ ജോയ്സ് ജോർജ് ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ ഇപ്രാവശ്യം ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ജയിച്ചു വരും. ഇവിടെ ഈ തവണ നമ്മുടെ ജോയ്സ് ജോർജ് ജയിക്കുമെന്നാണ് നമ്മുടെ റൈറ്റ്. എന്തായാലും നമുക്ക് ഇടുക്കിയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ടോ? സൈത്ത് ഒരു കാര്യം, അതായത് സൈത്ത് അടക്കി സൂചിപ്പിച്ചു, PT തോമസിന്റെ പിൻഗാമിയായാണ് ഡീൻ എത്തുന്നത് എന്ന്. PT തോമസ് ഈ പ്രകൃതിവാദം ഉന്നയിച്ച പ്രകൃതി സ്നേഹിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശവമഞ്ചമടക്കം സഭ ഒരുക്കിയ പശ്ചാത്തലമുണ്ട്. എന്തായാലും അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞിരുന്നു, അത് ഈ മൃതദേഹം അടക്കം പൊതുദർശനത്തിനൊക്കെ വെക്കുമ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മതപരമായ പ്രാർത്ഥനയല്ല വേണ്ടത്. പക്ഷേ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ഗാനം, അത് വയലാറിൻ്റെ ഗാനം ചന്ദ്രകളഭം എന്ന തുടങ്ങുന്ന ഗാനം. അതിലേറ്റവും മനോഹരമായ വരികളാണ്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന്. എനിക്ക് തോന്നുന്നു ഏതൊരു ഇടുക്കിക്കാരനും ആഗ്രഹിക്കുന്ന വരികളാണ് അത് എന്ന് തോന്നുന്നു. അങ്ങനെ എന്തായാലും ഇത്രമേൽ മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് നിന്ന് ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത്? പാലക്കാട്, ചുട്ടുപൊള്ളുന്ന പാലക്കാടേക്കാണ് ഇനി പോകുന്നത്. അങ്ങനെ യാത്ര ഞങ്ങൾ തുടരുകയാണ്. രാവിലെ 8 മണിക്ക് ആരംഭിച്ച യാത്ര വിവിധ മണ്ഡലങ്ങളിലൂടെ കടന്ന് ഇടുക്കിയും കടന്ന് ഇനി പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് നിന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ വിനേഷ് കുമാറാണ് നമുക്കൊപ്പം ചേരുക. പാലക്കാടിന്റെ ചൂട്, പാലക്കാടിന്റെ കാറ്റ്, അതൊക്കെ ആർക്ക് അനുകൂലം എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പാലക്കാടിന്റെ രാഷ്ട്രീയം നമുക്ക് കേൾക്കാം, കാണാം. അതിനു മുമ്പ് ചെറിയൊരു ഇടവേള.